ഓല എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. ഇപ്പോൾ രാവിലെ ചെടിയൊക്കെ നനയ്ക്കുന്നതിനിടയിലാണ് ഇതാ ഈ ചെടിയിലേക്ക് ഒരു ഓല വീണത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ഷെയർ ചെയ്യട്ടേന്ന്. കുമ്പളവും അതുപോലെ തന്നെ നമ്മുടെ എന്ത് പടർത്താണെങ്കിലും പടർത്തുന്ന രീതിയിൽ എന്താ പറയുക, പണ്ടൊക്കെ ഈ മുള വെട്ടിയിട്ട് അതിൻ്റെ ഇല്ലി തണ്ടൊക്കെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഓലൊക്കെ നമ്മൾ മുറ്റത്തുണ്ടായാൽ തന്നെ നമുക്ക് അതൊക്കെ ഉപയോഗിക്കാം. ഇല്ലിത്തണ്ടൊക്കെ ഇപ്പോൾ കിട്ടാൻ വലിയ പ്രയാസം തന്നെയാണ്. എല്ലാം വെട്ടി വെളിച്ചാക്കിയില്ലേ കാടൊക്കെ. അപ്പോൾ വീട്ടിൽ നമുക്ക് കിട്ടുന്ന ഓല എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുളീൻ്റെ ഇലയൊക്കെ ഈ മുറ്റത്ത് തീരെ മണ്ണില്ലാത്തതുകൊണ്ടാണ് തൂത്ത് വാരിയിടാത്തത്. കുമ്പളും അതുപോലെ തന്നെ മത്തൻ 2 വള്ളി പടർത്താനുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ഓല നമ്മളെ മുന്നിൽ വന്ന് പെട്ടത്. നേരെ ചോട്ടിൽ ഇതാ ചെടി, നേരത്തെ കണ്ട ചെടിയാണ്, താഴെ വീണാകെ പോയി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഉണ്ടായിക്കോളും. അപ്പോൾ ഈ ഓല ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ മലർത്തിയിട്ടല്ല, അതാ ഇങ്ങനെ കമഴ്ത്തിയിട്ട് വേണം എന്തിനായാലും ഉപയോഗിക്കാൻ. അപ്പോൾ ഈ ഈളൊക്കെ മേലെ വരുന്ന രീതിയിൽ എടുത്തിട്ട് ഇതിൻ്റെ വെയിറ്റുള്ള ഭാഗം ഷീറ്റിൻ്റെ മേലെ, ഷീറ്റ് നല്ല ചൂടാണല്ലോ ഇപ്പോൾ, അപ്പോൾ പടർന്ന് കയറാനൊക്കെ വലിയ മടിയായിരിക്കും, താഴേക്കൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ അതുപോലെ നേരെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വെയിറ്റ് കാരണം ഇത് താഴേക്ക് വരില്ല കേട്ടോ, അതിനാണ് ഇതിങ്ങനെ തല തിരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരെ കുത്തനെ വെയിറ്റ് കുറഞ്ഞ ഭാഗം മേലെയാണെങ്കിൽ കാറ്റിനൊക്കെ പെട്ടെന്ന് ചാടും പുറത്തേക്ക്. അപ്പോൾ മിക്ക ആളുകൾക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുത്തു, അതൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് കുമ്പളത്തിൻ്റെ വള്ളി. അപ്പോൾ ഈ കുമ്പളവും അതുപോലെ തന്നെ മത്തയും നമ്മൾ കാറ്റിനൊന്നും പെട്ടെന്നൊന്നും വീണ് പോകില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആണ് വരുന്നത്. ബൈ.